മാരകമായ രോഗത്തിലേക്ക് ആരോഗ്യത്തോടെ ഓടി നടന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് രോഗിയായിട്ട് മാറുമ്പം ഭയങ്കര പ്രയാസവാ, ദുഃഖവാ. എനിക്ക് ഒരു വ്യക്തിയെ പരിചയമുണ്ട്. അദ്ദേഹം ഇൻഷുറൻസ് കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. വലിയ സന്തോഷത്തോടെ ഒത്തിരി ആൾക്കാരെ അദ്ദേഹം ആ കമ്പനിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും പോളിസി എടുക്കാനായിട്ട് പറയുകയും ക്ലെയിം ഒക്കെ മേടിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു വ്യക്തി. എന്നാൽ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു രോഗം പിടിപെട്ടു. വൈദ്യശാസ്ത്രപ്രകാരം അധികം നാളുകളൊന്നും അദ്ദേഹം ജീവിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആദ്യ ദിനങ്ങളിലും മാസങ്ങളിലും അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായിരുന്നു, ഭയങ്കര ദുഃഖമായിരുന്നു. 2 പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നത്. അവരെയൊക്കെ പഠിപ്പിച്ച് നല്ല നിലയിൽ തന്നെ എത്തിച്ചു. പക്ഷേ അവരുടെ വിവാഹം കഴിപ്പിച്ച് അയക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. പക്ഷേ അദ്ദേഹം ആ മനസാന്നിധ്യം വീണ്ടെടുത്തു. പതുക്കെ ജീവിത പങ്കാളിയോടും മക്കളോടും ഒക്കെ തൻ്റെ വിഷമമൊക്കെ അങ്ങ് പങ്കുവെച്ചു. പിന്നെ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ അഭയം തേടുകയാണ് ചെയ്യുന്നത്. ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം മക്കളുടെ കാര്യങ്ങളെല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് അവരെ കുടുംബജീവിതത്തിലേക്ക് പറഞ്ഞയച്ചു. പിന്നീട് തൻ്റെ ആ കമ്പനി എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം, വ്യക്തമായ രേഖകളും ഡോക്യുമെൻസും ഒക്കെ ഉണ്ട്. അതെല്ലാം ജീവിത പങ്കാളിയെയും വേറെ 1-2 വ്യക്തികളെയും ഒക്കെ അദ്ദേഹം പതുക്കെ ഏൽപ്പിക്കുക. അങ്ങനെ പതുക്കെ രോഗം കൂടി വരുന്ന സമയത്ത് പോലും അദ്ദേഹം മനസാന്നിധ്യം കൈവിടാതെ ദൈവത്തോട് ചേർന്ന് നിന്ന് ആ ജീവിതത്തെ നേരിട്ടു. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ചിലപ്പോൾ ഇതുപോലുള്ള സാഹചര്യങ്ങൾ വന്നാൽ എങ്ങനെയാ നമ്മൾക്ക് നേരിടുവാനായിട്ട് സാധിക്കുക? മനസാന്നിധ്യം വീണ്ടെടുക്കാൻ സാധിക്കുമോ ഈ വ്യക്തിയെ പോലെ? ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, വലിയ ശക്തിയാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രസിദ്ധ മനഃശാസ്ത്രജ്ഞനായ കാൾ യുങ് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ധാരാളം വ്യക്തികളും കുടുംബങ്ങളുമൊക്കെ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ചെല്ലുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. എൻ്റെ അടുക്കൽ വരുന്ന വ്യക്തികൾ, കുടുംബങ്ങൾ, അവർ ക്രിസ്ത്യാനികളാണോ, അവർ കുമ്പസാരം എന്ന് പറയുന്ന കൂദാശ സ്വീകരിക്കാനായിട്ട് അവർക്ക് പറ്റുമോ, കുമ്പസാരം നടത്തുന്നവരാണോ? അങ്ങനെയെങ്കിൽ ഞാൻ അവരെ കുമ്പസാരിക്കാനായിട്ട് ആദ്യം പറഞ്ഞ് അയക്കുമായിരുന്നു എന്ന്. സ്നേഹമുള്ളവരെ, അദ്ദേഹം കൂട്ടിച്ചേർത്തു, അങ്ങനെ കുമ്പസാരിച്ച് എൻ്റെ അടുക്കൽ വരുന്നവർക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ, തെറാപ്പി കൊടുക്കുവാൻ എളുപ്പമാ. ഞാൻ പകുതി മാത്രം ചെയ്താൽ മതി, 50% ഹീലിംഗ് അവിടെ ലഭിക്കുകയാണ് എന്ന്. സ്നേഹമുള്ളവരെ, ദൈവിക സംവിധാനങ്ങളാണ് ഈ കൗൺസിലിങ്ങും തെറാപ്പിയുമെല്ലാം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരുപക്ഷെ മനസ്സ് കൈവിട്ടു പോകുന്നു എന്ന് തോന്നുമ്പോൾ, മനസാന്നിധ്യം വീണ്ടെടുക്കാൻ എനിക്ക് പറ്റുമോ എന്ന് തോന്നുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നമ്മൾ തിരിച്ചു വരണം. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മാർപ്പാപ്പയായ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. ഗോ ബാക്ക് ടു ദ ഓൾട്ടർ ആൻഡ് എക്സ്പീരിയൻസിങ് ദ പ്രസൻസ് ഓഫ് ജീസസ് ദയർ. പ്രിയപ്പെട്ടവരെ, അൾത്താരയിലേക്ക് തിരിച്ചു പോകുവാനായിട്ട് അവിടെയുള്ള ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്ന് ആ ദൈവത്തെ, ആ ദൈവിക സാന്നിധ്യം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഇതാണ് മാർപ്പാപ്പ പറഞ്ഞു വെച്ചത്.